സർ, വിഭവ സമാഹരണം. സർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ നികുതി ഭാഗമാണ്. സർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. സർ, GST നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില നിയമങ്ങളുടെ ഭാഗമായുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 2024 ബജറ്റിൽ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ പ്രസ്തുത പദ്ധതിയുടെ കാലാവധി അവസാനിച്ച ശേഷം തീർപ്പാക്കിയ പല നികുതി നിർണയ ഉത്തരവുകളിലും ഇത്തരത്തിൽ 50,000 രൂപ വരെയുള്ള നികുതി കുടിശ്ശികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മേലാനുകൂല്യം 2025 ആംനസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, പദ്ധതിയിൽ വിഭാഗങ്ങൾക്ക് ഉൾപ്പെട്ടപ്പെട്ട കുടിശ്ശികൾ തീർപ്പാക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള അനേക കുടിശ്ശികൾ തീർപ്പാക്കാതെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 ആംനസ്റ്റി സ്കീമിൽ ഉൾപ്പെട്ട മുൻകാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കും. സർ, ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്ക് ബാധകമായിരിക്കും. ചെറിയ കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് വ്യാപാരികൾക്ക് സഹായമാകുന്ന ഈ പദ്ധതി വ്യാപാര സമൂഹത്തിന് ഒരു പരിധിവരെ ആശ്വാസമേകുന്നതായിരിക്കും. സർ, ഫ്ലഡ് സെസ് ആംനസ്റ്റി പദ്ധതി. സർ, പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭവ സമാഹരണത്തിനായി 2019 GST ബാധകമായ സപ്ലൈകളുടെ മേൽ 1% സെസ് ഏർപ്പെടുത്തിയിരുന്നു. 2025 ബജറ്റിൽ 2021 ജൂലൈ വരെയുള്ള മേൽപ്പറഞ്ഞ ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി സെസ് തുക പിഴയും പലിശയും ഇല്ലാതെ അടയ്ക്കാനുള്ള ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 1, 2025 മുതൽ ജൂൺ 30, 2025 വരെയുള്ള 3 മാസ കാലയളവിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഹ്രസ്വകാല പദ്ധതിയായിരുന്നു ഇത്. വ്യാപാര സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് വ്യാപാര സമൂഹത്തിന് ആശ്വാസം നൽകുന്നതിനായി പ്രസ്തുത പദ്ധതിയുടെ തുടർച്ച എന്ന നിലയിൽ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2026 പ്രഖ്യാപിക്കുന്നു. സർ, കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേരളം അതിവേഗ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ടേക്ക് ഓഫ് സജ്ജമായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. സർ, അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയാണ്. പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം എത്തുമെന്നും അത് വളർച്ചയ്ക്ക് രാസത്വരകമാകുമെന്നും കണക്കുകൂട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതികരണമാണ് കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കും എന്ന് വ്യക്തമായല്ലോ. തുറമുഖത്തിന് പുറത്ത് അനുബന്ധ വികസന മേഖലയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വകാര്യ ഏജൻസികളുമായി ഏറ്റവും കുറഞ്ഞത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. സർ, പശ്ചാത്തല മേഖലയിൽ നാം നടത്തിയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് ദാവോസിൽ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ കണ്ടത്. ദാവോസിലെ കേരളത്തിന്റെ സാന്നിധ്യം ദേശീയ സാർവദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര ഗൗനിച്ചതായി കണ്ടില്ല. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കേരളം 1.18 ലക്ഷം കോടി രൂപയുടെ താൽപര്യപത്രങ്ങൾ ഒപ്പിട്ടു. താൽപര്യപത്രങ്ങളുടെയും ധാരണാപത്രങ്ങളെയും യഥാർത്ഥ മൂലധനനിക്ഷേപമായി പരിവർത്തിപ്പിക്കുന്നതിൽ നാം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ തുടർച്ചയായി ഏറ്റവും ഉയർന്ന സ്ഥാനം നിലനിർത്തുന്നത് ഇതിനൊക്കെ സഹായമാണ്. സർ, പുതിയ പദ്ധതിയിലും പശ്ചാത്തല മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടരും. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളിൽ മാത്രമല്ല, മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിലും കേരളത്തെ ഒന്നാം തരമാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിന്റെ പശ്ചാത്തല മേഖലയുടെ നട്ടെല്ലായി ഞങ്ങൾ കണക്കാക്കുന്ന ഒന്നാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽ ഇടനാഴി. കേരളത്തിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമാണ് ഈ പദ്ധതിക്ക് ഇത്രമേൽ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കാൻ കാരണം. കേരളം വീതി കുറഞ്ഞ് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. യൂറോപ്പിലാണെങ്കിൽ 2 or 3 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന നീളം കേരളത്തിനുണ്ട്. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകെയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ന്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സർ, പദ്ധതിയുടെ പേരുമായോ സാങ്കേതികവിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട്. കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും. സർ, ദീർഘകാല വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കിണറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല. ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം. സർ, ലോക വ്യവസ്ഥ തികഞ്ഞ അവ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ലോകക്രമവും അതിന്റെ വ്യവസ്ഥകളും പരക്കെ ലംഘിക്കപ്പെടുന്നു. ആഗോള പ്രവൃത്തി വിഭജനവും വ്യാപാര മാർഗങ്ങളും സപ്ലൈ ചെയിനുകളും പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. പുതിയ സാങ്കേതിക വിദ്യകളുടെയും കടന്നുവരവും അനിശ്ചിതത്വത്തിന് കാരണമാവുന്നുണ്ട്. പക്ഷേ അനിശ്ചിതത്വത്തോടൊപ്പം പുതിയ അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. സർ, പുതിയ ലോകം അനിശ്ചിതത്വങ്ങളെ നേരിടാനും പുതിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും ത്രാണിയുള്ളവരുടേതാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിന് ദീർഘദൃഷ്ടിയും നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം ആവശ്യമാണ്. ലോക വ്യവസ്ഥയിലെ അവസ്ഥയും അനിശ്ചിതത്വവും ആഭ്യന്തര ഉത്പാദനവും ആഭ്യന്തര കമ്പോളവും പരമാവധി ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം. കൃഷി അനുബന്ധ മേഖലയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിലെ പുതിയ പദ്ധതിയിൽ പ്രഥമ പരിഗണന കൃഷി അനുബന്ധ മേഖലകൾക്കായിരിക്കും. സർ, ആസിയൻ കരാറിന്റെ
കരാറിന്റെയും വന്യജീവികളുടെ ആക്രമണത്തിന്റെയും ആഘാതത്തിൽ നിന്നും കാർഷിക മേഖല മുക്തമാകേണ്ടതുണ്ട്. ആസിയാൻ കരാറിന്റെ ഏറ്റവും രൂക്ഷമായ ആഘാതമുണ്ടായത് റബ്ബർ മേഖലയിലാണ്. അതിനുശേഷം ഇന്നുവരെ റബ്ബർ കൃഷിക്കാർക്ക് ആദായ വില കിട്ടിയിട്ടില്ല. കൃഷിക്കാരും തൊഴിലാളികളും കൃഷി ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. വൈകാതെ ഇത് ഇന്ത്യൻ ടയർ വ്യവസായത്തെയും ബാധിക്കും. റബ്ബർ മേഖലയിലെ അധികാരം കൈയാളുന്ന റബ്ബർ ബോർഡും കേന്ദ്ര വാണിജ്യ വകുപ്പും ടയർ ഉൽപ്പാദകരും റബ്ബറിന് ന്യായവില ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അത് നടന്നില്ലെങ്കിൽ ശക്തവും സമഗ്രവുമായ ബദൽ വികസന പരിപാടി നടപ്പിലാക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകും. സർ, കേരളത്തെ പോലെ വനത്തെയും വന്യജീവികളെയും സംരക്ഷിച്ച മറ്റൊരു സംസ്ഥാനവുമില്ല. എന്നാൽ അത് ഇപ്പോൾ കേരളത്തിലെ കൃഷിക്കും കൃഷിക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ തയ്യാറല്ല. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാതെ കൃഷിയും ഗ്രാമീണ ജീവിതവും അസാധ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളും നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് കേരളത്തെ കൃഷിയെയും കൃഷിക്കാരെയും സംരക്ഷിക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കും. സർ, കാർഷിക രംഗത്തും ആധുനിക സാങ്കേതിക വിദ്യകൾ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 14ാം പദ്ധതിക്കാലത്തും കേരളം ഹൈടെക് അഗ്രികൾച്ചറിന്റെ സാധ്യത വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. യുവസംരംഭകരെയും പുതിയ കൃഷിക്കാരെയും ഈ രംഗത്തെ ആകർഷിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ സഹായിക്കും. സർ, അറിവും നവസാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യങ്ങളുമാണ് പുതിയ ലോകത്തെ നിയന്ത്രിക്കുക. കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. വിജ്ഞാനത്തിന്റെ താക്കോൽ സ്ഥാനം കൽപ്പിക്കുന്ന പുതിയ ലോകത്ത് ശോഭിക്കാൻ ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ കേരളത്തിലുണ്ട്. സാർവത്രിക സാക്ഷരത, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയവയുടെ വ്യാപനത്തിൽ നാം ആരുടെയും പിന്നിലല്ല. അടുത്ത ഘട്ടത്തിൽ ഏറ്റവും പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും നൈപുണ്യങ്ങളും സ്വന്തമാക്കാനും കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഒരു സമൂഹം എന്ന നിലയിൽ കേരളം ആർജിക്കേണ്ടത്. നിർമ്മിത ബുദ്ധി, വിവര സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബ്ലോക്ക് ചെയിൻ, ബിഗ് ഡാറ്റ തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടി മുന്നേറാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സർവകലാശാലകളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളെയും നൈപുണികളായി പരിവർത്തിപ്പിച്ചെടുക്കാൻ പാകത്തിലുള്ള ആധുനികമായ ഇന്നൊവേഷൻ വ്യവസ്ഥ വളർത്തിയെടുക്കണം. G20 രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിനെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയണം. സർ, കേരളത്തിന്റെ വികസനത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അകത്തേക്കുമുള്ള കുടിയേറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കുള്ളിൽ മാത്രം വ്യാപരിക്കുന്ന ഒരു സംസ്കാരമായി ചുരുക്കിക്കാണാനാവില്ല. പ്രവാസം വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയാണെങ്കിലും തുടരാനാണ് സാധ്യത. അതുകൊണ്ട് കേരളത്തെ സംസ്ഥാനത്തിനകത്തും പുറത്തും പടർന്നു വികസിക്കുന്ന ഒരു സംസ്കാരമായി കാണേണ്ടതുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ പുതിയ അറിവുകൾ, സാങ്കേതിക വിദ്യകൾ, നൈപുണികൾ, രുചിഭേദങ്ങൾ, ഫാഷനുകൾ തുടങ്ങിയവ കേരളത്തിലേക്ക് എത്തിക്കുന്ന വാതായനങ്ങളായി പ്രവാസികളെ കണ്ടുകൊണ്ടുള്ള വികസന സമീപനം ആവശ്യമാണ്. അതിന് അകത്തുള്ള കേരളവും പുറത്തുള്ള കേരളവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനാവണം. സർ, അധികാര വികേന്ദ്രീകരണവും ഭരണത്തിന്റെ ജനാധിപത്യവൽക്കരണവും കേരളത്തിലെ വികസന തന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ്. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഭാവിയിൽ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. സർ, കേരള സംസ്ഥാനം അതിവേഗം ഒരു സംയുക്ത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരവൽക്കരണത്തിന്റെ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രാദേശിക ആസൂത്രണത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്. ഏറ്റവും വൃത്തിയുള്ള ട്രാഫിക് ജാമുകളില്ലാത്ത ഉയർന്ന ജീവിത ഗുണമേന്മയുള്ള ഒരു നഗരമായി കേരളം മാറുകയാണ്. നഗരങ്ങളോടൊപ്പം ഗ്രാമജീവിതത്തെയും സംരക്ഷിച്ചു പോകുന്ന നയമാണ് വേണ്ടത്. സർ, കേരള വികസന മാതൃകയുടെ അടിസ്ഥാനം സാമൂഹ്യനീതിയും സാമൂഹ്യക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള കൂട്ടായ ഇടപെടലുകളാണ്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിൽ ഊന്നിയ ഘട്ടത്തിലും സാമൂഹ്യനീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കേരളം തയ്യാറായിട്ടില്ല. ജീവിതത്തിന്റെ പൊതു സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന നയങ്ങളാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ എത്തി നിൽക്കുന്ന ഈ സമീപനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് സംസ്ഥാനത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ലക്ഷ്യമാണ്. സർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ ലോക വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ആ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. അത് ഇന്ത്യയെയും കേരളത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മറൈൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും അത് സാരമായി ബാധിച്ചു. ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി GST നിരക്കുകൾ കേന്ദ്ര സർക്കാർ കുറച്ചത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു. യൂറോപ്യൻ സാമ്പത്തിക സമൂഹമായി ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർക്കും വ്യവസായ മേഖലയ്ക്കും ഇതുമൂലം തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമാണ്. ഈ സാഹചര്യം ഉൾപ്പെടെ നേരിടാൻ നമുക്ക് മുൻകൂട്ടി സജ്ജമാകേണ്ടതുണ്ട്. സർ, ലോകം ജനാധിപത്യ ക്രമത്തിൽ നിന്നും പിന്നോട്ടുരുളുന്ന കാഴ്ച ആശങ്കയുളവാക്കുന്നതാണ്. ഒരു റിപ്പബ്ലിക്കിന്റെ തലവനെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രസിഡന്റ് മന്ദിരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അമേരിക്കയുടെ ജയിലിലടച്ചതുപോലെയുള്ള സംഭവങ്ങൾ കോളനി ഭരണകാലത്ത് പോലും അത്യപൂർവമായിരുന്നു. സർ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പാണ്. നാം കേരളീയർ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിന്റെ താൽപര്യത്തിനു വേണ്ടി മുന്നേറണം. ഐക്യത്തോടെ നാടിന്റെ താൽപര്യത്തിനു വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. നമ്മുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഭാവിക്കായി കരുതലോടെ സംസ്ഥാന താൽപര്യം ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഭാവിയിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. സർ, ഇനി ഞാൻ 2025-26 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും 2026-27 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കട്ടെ. സർ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.